സത്യപ്രതിജ്ഞ കഴിഞ്ഞ 3-ന്റെ ഞാൻ വീടിന്റെ കോലായിലിരിക്കുമ്പോ മഴയത്ത് നനഞ്ഞ് കുളിഞ്ഞ് അയാൾ കയറി വരികയാണ്. കയറി വന്ന് സീറ്റിട്ടെടുത്തു. പറയുകയാണ്, എനിക്ക് സ്ഥലം മാറ്റം വാങ്ങിത്തരണം. എന്റെ അടുത്ത ബന്ധു എന്റെ ഭാര്യയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ്. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ എന്റെ ഭാര്യ 2 ദിവസം അടുത്ത് മിണ്ടാണ്ടിരുന്നു. എനിക്ക് ആ പ്രയാസം മനസ്സിലാവുന്നുണ്ട്. ഞാനവരോട് കാര്യം പറഞ്ഞു, ഇതുപോലെ ഞാൻ മൈക്കിൽ പ്രസംഗിച്ചത് ഒരു ഇൻഡോർ മീറ്റിംഗിന്റെ ഫീലിംഗിൽ പ്രസംഗിച്ചതാണ്. BRM ഷഫീർ രാഹുലിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. KPCC ജനറൽ സെക്രട്ടറിയാണ് BRM ഷഫീർ. അപ്പോൾ BRM ഷഫീറിനെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കണം. എത്ര ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ BRM ഷഫീറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ BRM ഷഫീറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പുള്ളി ഒരു പബ്ലിക്കിലൊരു സ്പീച്ച് നടത്തുന്നത് അതറിയാതെ പബ്ലിക്കിൽ ഒരു പരിപാടിയിൽ ഒരു ഹാളിൽ ഒരു പ്രസംഗം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം BRM ഷഫീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപാടിൻ്റെ രാജകുമാരാണ്. എന്തും വെട്ടിത്തുറന്ന് ഇവിടെ പറയുന്നൊരു പ്രകൃതമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. രാഹുലിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നിലപാട് എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളി പ്രസംഗിക്കുന്ന സമയത്ത് വീട്ടിൽ നടന്നിട്ടുള്ള പുള്ളിയുടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യം അത് അവിടെ അവതരിപ്പിക്കുന്നു. അപ്പം അത് ലൈവാണെന്നറിയാതെ മീഡിയ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ലൈവായിട്ട് അത് ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയാതെ പുള്ളി അത് പറയുന്നു. പിന്നെ അത് എയറിൽ പോകുന്നു. പിന്നെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു, ട്രെൻഡാവുന്നു. അതുപോലെ ഭയങ്കര ചർച്ചയാവുന്നു. കുറേ ആളുകൾ പുള്ളിയെ കുറ്റം പറയുന്നുണ്ട്. വീട്ടിലെ കാര്യം പബ്ലിക്കിൽ പറഞ്ഞ് നാറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ ഭയങ്കര തെറിയും ഇതൊക്കെ പറയുന്നുണ്ട്. പുള്ളിയെ അറിയാത്ത ആളുകളാണ് അങ്ങനെ സംസാരിക്കുന്നത്, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ് പുള്ളിയെടുത്ത് UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ BRM ഷഫീറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇന്നൊരു നമുക്കറിയാം പുള്ളി അർഹതപ്പെട്ട സ്ഥാനം കിട്ടാത്തൊരു വ്യക്തിയാണ്. പുള്ളിയൊക്കെ നല്ല കേപ്പബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, നല്ല കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ പുള്ളിക്ക് ഒരു അർഹതപ്പെട്ട സ്ഥാനം പാർട്ടി കൊടുത്തിട്ടില്ല. ഈ ഇലക്ഷന് പോലും ഒരു സീറ്റ് കൊടുത്തിട്ടില്ല. അഡ്വക്കേറ്റാണ്. അപ്പം നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, രാഹുലിന് ശേഷം എനിക്ക് തോന്നുന്നു ചാനൽ ചർച്ചകളിലൊക്കെ കയറി ഇരുന്നിട്ട് സംസാരിക്കാൻ അത്രയും ഇതുള്ളത്, നല്ല കരുത്തോടു കൂടി സംസാരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ പറഞ്ഞിട്ടുള്ള BRM ഷഫീർ. ചാനൽ ചർച്ചകളിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പൊരിക്കുമെന്ന് അതിനകത്ത് ഒരു ഡൗട്ട്സും ഇല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പൊരിച്ച് കയ്യിലെടുക്കും. അപ്പം BRM ഷഫീറിൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് സ്ഥലം മാറ്റം ചോദിച്ചുകൊണ്ട് പുള്ളിയുടെ അടുത്ത് പോയി UDF അധികാരത്തിൽ വന്നതിന് ശേഷം. അപ്പോൾ പുള്ളി പബ്ലിക്കിൽ പറഞ്ഞ കാര്യമാണ്. അപ്പം പുള്ളി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പണി നോക്കാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDFന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്ന് ഈ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിനോടുത്ത് ചോദിച്ച സമയത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള UDF അധികാരത്തിൽ വന്നതിന് ശേഷം എനിക്ക് സ്ഥലമാറ്റം മേടിച്ച് തരണമെന്ന് പറഞ്ഞ് ഈ BRM ഷഫീറിൻ്റെ അടുത്ത് ചെന്ന ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നിലപാടെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് BRM ഷഫീർ. അപ്പം ഇത് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലായാലും അവിടെ ആയാലും കല്ലെറിയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, BRM ഷഫീറിനെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്തായാലും ഞാൻ ആ വിവാദമായ ആ ഒരു സ്പീച്ച് ഞാൻ ഇവിടെ വെച്ചിടാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോ എന്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവ് കഴിഞ്ഞ പോലീസ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഞാൻ അസോസിയേഷന്റെ ഭാരവാഹികൾ എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്, ഒരു വോട്ട് നമുക്ക് ജയിക്കണം. ഞാൻ അയാളെ ബന്ധു എന്ന നിലയിൽ അയാളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, UDFന്റെ ആളിന് വോട്ട് ചെയ്യണം. ചെയ്തില്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞ 3-ന്റെ ഞാൻ വീടിന്റെ കോലായിലിരിക്കുമ്പോ മഴയത്ത് നനഞ്ഞ് കുളിഞ്ഞ് അയാൾ കയറി വരികയാണ്. കയറി വന്ന് സീറ്റിട്ടെടുത്തു. പറയുകയാണ്, എനിക്ക് സ്ഥലം മാറ്റം വാങ്ങിത്തരണം. എന്റെ അടുത്ത ബന്ധു എന്റെ ഭാര്യയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ്. ഞാൻ അവനോട് പറഞ്ഞു, മനസ്സില്ല, അതിന് നീ വേറെ ആളിനെ നോക്കണം. ഇവിടെ രക്തബന്ധത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇവിടെ ബന്ധുത്വത്തിന് പ്രസക്തിയില്ല. ഇവിടെ
ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുന്നവന് പ്രസക്തിയില്ല. ഇവിടെ ഒരുമിച്ച് ടൂർ പോകുന്നവന് പ്രസക്തിയില്ല. ഇവിടെ രാവിലെയും വൈകുന്നേരവും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും ഇടുന്നവന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ഒരൊറ്റ പ്രസക്തിയേ ഉള്ളൂ. അത് പ്രതിസന്ധിയുടെ ഊഷര ഭൂമിയിൽ ചൂട് കാറ്റടിച്ച് ഞങ്ങൾ തളർന്നു കിടന്നപ്പോ ഞങ്ങളോടൊപ്പം ആര് നിന്നു? ഈ കൊടി പിടിക്കാൻ ആരുണ്ടായി? ആരാണ് നമുക്ക് തണലേകിയവർ? അവരോടൊപ്പമാണ് നമ്മുടെ നിലപാട്. എന്താല്ലേ, ഇതാണ് നിലപാട്. അവിടെ ഇനി രക്തബന്ധമോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ബന്ധക്കാരോ വീട്ടുകാരൊന്നുമില്ല. പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. അതേ പുള്ളിയും ചെയ്തിട്ടുള്ളൂ. വോട്ട് ചോദിച്ച് പുള്ളിയെടുത്ത് ചെന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ വിളിച്ചപ്പോഴത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ വ്യക്തി UDF അധികാരത്തിൽ വന്ന് 3-ാമത്തെ ദിവസം വീട്ടിൽ ചെന്ന് കയറി ചെന്നിട്ട് അളിയനാണല്ലോ, അപ്പം പുള്ളിയെടുത്ത് ചോദിക്കുകയാണ് എനിക്ക് സ്ഥലമാറ്റം വേണമെന്ന് മേടിച്ച് തരുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ മറുപടി തന്നെ അല്ലേ കൊടുക്കേണ്ടത്? ഇത് തന്നെ കൊടുക്കണം. അപ്പോൾ അത്രേ പുള്ളി ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ, ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇത് ലൈവായിട്ട് മീഡിയാസ് ഷൂട്ട് ചെയ്യുന്ന കാര്യം പുള്ളി അറിഞ്ഞിട്ടില്ല. ഓക്കെ, അതിൻ്റെ അടിയിലൊക്കെ പൊട്ടുന്ന കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് വായിക്കാം. നിന്നെ സഹിക്കാൻ മുനീർ എന്ന് പറഞ്ഞ വ്യക്തി ഇട്ടേക്കുന്നത്, നിന്നെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാവാം അയാൾ സ്ഥലം മാറാൻ ആഗ്രഹിച്ചത്. ഇങ്ങനെ ഒരു അളിഞ്ഞ അളിയനെ ആർക്കും കൊടുക്കല്ലേ പടച്ചോനെ. എൻ്റെ പൊന്നു ചങ്ങാതി, പുള്ളി അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി വോട്ട് ചോദിച്ച് വിളിച്ച സമയത്ത് ഇല്ല, പോയി പണി നോക്കാൻ പുള്ളി പറഞ്ഞു. ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ പോലെ UDF അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഈ സ്ഥലമാറ്റത്തിന് ചെന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത് അതൊരു നല്ല പ്രവണതയാണോ? അല്ല, ഒരിക്കലുമല്ല. അല്ലെങ്കിൽ പുള്ളി പറയണമായിരുന്നു ഞാൻ കൊടുക്കാമെന്ന്, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുത്തു പോകും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സന്തോഷമായിട്ടുള്ള ഹെൽത്തി ടോക്കിംഗ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഇവിടെ VRM ഷബീർ എന്താണ് അളിയൻ ഈ പറഞ്ഞിട്ടുള്ള ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിനെ പറ്റിയിട്ട് പറഞ്ഞത്? ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല എന്നാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മോശം തന്നെ. എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള നാണവുമാനവും ഇല്ലാതെ ഉളുപ്പും ഇല്ലാതെ കയറി ചെന്നിട്ട് എനിക്ക് സ്ഥലമാറ്റം വേണമെന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ആകാശ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇട്ടേക്കുന്ന കമൻറ്റ്, ഒരുമിച്ച് കള്ളു കുടിക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന് പറഞ്ഞത് പേഴ്സണലാണ്. സഹോദരി ഭർത്താവുമായി ഷെയറിട്ട് അടിയുണ്ടെന്ന്. ഓക്കെ, അതൊരു രസകരമായിട്ടുള്ളൊരു കമൻറ്റാണ്. ഓക്കെ, ഇനി അടുത്തൊരു കമൻറ്റ് വായിക്കാം. സന്ദീപ്, ഇയാൾക്കൊന്നും ഇതുവരെയും നേരം വെളുത്തില്ലേ? ഒന്നുമില്ലെങ്കിലും ഇയാൾ തൻ്റെ അളിയനല്ലേടെയോ? പൊതു മധ്യത്തിൽ ഇങ്ങനെ നാറ്റിക്കണോ അയാളെ? മിക്കവാറും തന്നെ ഭാര്യയെ മൊഴി ചെല്ലാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അത് പുള്ളി പറയുന്നുണ്ട്. ഭാര്യ പിണങ്ങിപ്പോയിട്ടില്ല. അത് ഞാൻ അടുത്ത ക്ലിപ്പിനകത്ത് വെച്ച് തരാം. ഭാര്യ പിണങ്ങി, പക്ഷെ പിണങ്ങിപ്പോയിട്ടില്ല. ഇത് കാര്യമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരിക്ക് ഒരു പിണക്കം ഉണ്ടായത്, അത് മാറിയെന്നും പറയുന്നുണ്ട്. പിന്നെ അളിയെന്നുള്ളത് തിരിച്ചും ആവാലോ. ഒരു വോട്ട് ചോദിക്കുന്ന സമയത്ത് തരാം അളിയ എന്നൊരു സന്തോഷത്തോടു കൂടി പറഞ്ഞായിരുന്നെങ്കിൽ പ്രശ്നമില്ല. തരത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരു ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് VRM ഷബീറിനെ പോലെ ഈ നിലപാടുള്ള നട്ടല് വളയ്ക്കാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും അവർ തിരിച്ച് അവർക്കും ഇങ്ങനൊരു അവസരം വരുമ്പോൾ സമയത്ത് അവരും ഇങ്ങനെ തന്നെ പ്രതികരിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. ഓക്കെ, എല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല. ഇനി ഞാൻ അടുത്തൊരു പ്രതികരണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു പ്രതികരണം ഞാൻ വെച്ച് തരാം. VRM ഷബീറിൻ്റെ വലിയ വൈറൽ കണ്ടന്റായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബത്തിലെ കാര്യമാണല്ലോ, അതിങ്ങനെ പരസ്യമായി പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താ? യഥാർത്ഥത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അവിടെ ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ പോഡിയത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണല്ലോ നിങ്ങൾ നിന്നത്. ഞാനതൊരു ഇൻഡോർ മീറ്റിംഗിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രസംഗിച്ചത്. സത്യത്തിൽ മാധ്യമങ്ങൾ ലൈവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ആ സ്വകാര്യത പറയുമായിരുന്നില്ല. അതായിരുന്നു അതിന്റെ ഒരു നൈതികത. പ്രശ്നം വേറെ ഒന്നുമില്ല, അത് യഥാർത്ഥ സംഭവമാണ്. എൻ്റെ ഭാര്യയുടെ സ്വന്തം അനുജത്തി എന്ന് പറയുമ്പോൾ അവരുടെ അമ്മയുടെ സ്വന്തം സഹോദരിയുടെ മകളുടെ ഭർത്താവ്. അത് വേറെ ഒന്നുമില്ല, പോലീസ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നപ്പോൾ, ഒരു വോട്ടിന് നമ്മളെ ബാധിക്കുന്ന വിഷയം വന്നപ്പോൾ ഒരാളുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാനത് പറഞ്ഞതാണ്. അന്ന് സഹകരിച്ചില്ല. അത് സഹകരിക്കാത്ത കൊണ്ട് പിന്നീട് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് വന്നപ്പോൾ അതിനോട് എനിക്ക് ചെയ്തു കൊടുക്കണമെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലമായി എത്ര പേർ ഈ തിരുവനന്തപുരത്ത് പണിയെടുക്കേണ്ട എത്രയോ ആളുകൾ കാസർഗോഡും വയനാട്ടിലും പാലക്കാട്ടും പോയി കിടക്കുക. കോൺഗ്രസിന്റെ കൊടി പിടിച്ചു, കോൺഗ്രസ് സംഘടനയിൽ നിന്ന് ഒറ്റ കാരണത്തിൽ അവർക്ക് നാട് കാണാൻ പറ്റാതെ കിടക്കുകയാണ്. വയനാട്ടിൽ പോകുന്നവർക്ക് ട്രെയിൻ പിടിക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ ചുരമിറങ്ങണമെന്ന് ആലോചിച്ചു. എത്രയോ ആളുകളുടെ പ്രൊമോഷൻ തടയപ്പെട്ടു. എത്രയോ ആളുകൾക്ക് മാന്യമായി വിരമിക്കാൻ പോലും കഴിയില്ല. കോൺഗ്രസിന്റെ കൊടി പിടിച്ചതിന്റെ കാരണത്താൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പ്രയാസം നേരിട്ടവരുണ്ട്.
അന്യായമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകളുടെ ത്യാഗവും കണ്ണുനീരും ഞാൻ കണ്ട ആളാണ്. ഞാൻ ജനങ്ങളുമായി പൊതിച്ചപ്പോൾ മനസ്സിലാക്കിയ ആളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എപ്പോഴാണ് നീതി കിട്ടുക? ഇപ്പോ UDF സർക്കാർ വന്നുകൊണ്ട് എല്ലാവരെയും അങ്ങ് അട്ടിമറിച്ച് കളയാം. ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശത്തെ പോലും ഹനിച്ചുകൊണ്ട് UDF-കാരെ കുടിയിരുത്തണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്, കോൺഗ്രസിന്റെ വിഷമ കാലഘട്ടത്തിൽ കൂടെ നിന്ന ആളുകൾ പലരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ന്യായമായി സർവീസ് റൂൾ പ്രകാരം കിട്ടേണ്ട ന്യായമായ അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുക തന്നെ വേണം. അല്ലേ നിലപാടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ, ഇത് തന്നെയാണ് നിലപാട്. ഇപ്പൊ പുള്ളി ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയപ്പോൾ സമയത്ത് സഹകരിച്ചില്ല. അപ്പം തിരിച്ചും അതുപോലെ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് വന്ന സമയത്ത് പുള്ളിയും സഹകരിച്ചില്ല. അതിനെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പിന്നെ പുള്ളി അറിഞ്ഞുകൊണ്ടല്ല ഇത് പറഞ്ഞിട്ടുള്ളത്, അത് മീഡിയ എടുത്തിട്ട് വെളിയിൽ വിട്ടുകയാണ്. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ഓക്കെ, എന്തായാലും പുള്ളിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പാർട്ടിയിൽ നിന്നിട്ട് ഇത്രയും കഴിവുള്ള ഒരാൾക്ക് അർഹതപ്പെട്ടൊരു സ്ഥാനം ഇതുവരെയും കൊടുത്തില്ല. ഇലക്ഷൻ ഒരു സീറ്റെങ്കിലും കൊടുക്കാമായിരുന്നു, അതും കൊടുത്തില്ല. ഓക്കെ, ഇനി ബാക്കിയും കൂടെ പുള്ളി പറയുന്ന കേൾക്കാം. അന്നിങ്ങനെ പറഞ്ഞപ്പം ഇപ്പം പിന്നീട് ഈ സഹോദരി ഭർത്താവ് സംസാരിച്ചു. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ എന്റെ ഭാര്യ 2 ദിവസം എടുത്ത് മിണ്ടാണ്ടിരുന്നു. എനിക്ക് ആ പ്രയാസം മനസ്സിലാവുന്നുണ്ട്. ഞാനവരോട് കാര്യം പറഞ്ഞു, ഇതുപോലെ ഞാൻ മൈക്കിൽ പ്രസംഗിച്ചത് ഒരു ഇൻഡോർ മീറ്റിംഗിന്റെ ഫീലിംഗിൽ പ്രസംഗിച്ചതാണ്. മാധ്യമങ്ങൾ അതൊരു കൊടുത്തോണ്ടിരിക്കണം എന്നുള്ള കാര്യം ഞാൻ സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. കണക്ക് മാറി പിന്നീട്. പക്ഷെ ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, നമ്മുടെ മോശം സമയത്ത് ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. കോൺഗ്രസിന് ഭാവിയേ ഇല്ല. ഇനി ഇവിടെ വരുന്ന തുടർഭരണമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മളുടെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പരിഗണിക്കേണ്ട സമയം ഇതല്ല. ആര്യയുടെ അനുജത്തി പിന്നീട് സംസാരിച്ചോ? പിന്നെ വൈഫിനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും അത് സങ്കടകരമായ മെസ്സേജ് ആണെന്നും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് രാവിലെ കേൾക്കട്ടെ എന്ന് ചോദിച്ചു, കേൾപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കേൾക്കണ്ട, നിലപാടിൽ മാറ്റമൊന്നുമില്ല. സന്ദേശം സിനിമയിലെ മറ്റേ അളിയൻ കഥാപാത്രം ഉണ്ടല്ലോ, മാളാരവിന്ദനെ അവതരിപ്പിച്ച്, അതായത് ആ അവസ്ഥയാണല്ലോ. ഞാൻ എല്ലാ കാലത്തും നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. എനിക്ക് കള്ളത്തരവും കാപട്യമില്ല. എനിക്ക് ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമീപനം എനിക്കില്ല. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ ഉറക്കെ പറയാറുണ്ട്. അത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ പറയാതിരുന്നിട്ടില്ല. എന്താല്ലേ, ഇനി അളിയനാണെങ്കിലും മച്ചമ്പി ആണെങ്കിലും നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. അതാണ് BRM ഷഫീർ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലിനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ